ഈ സ്കൂളിലേക്ക് പുതിയൊരു കുട്ടി വന്നിരിക്കുന്നു. നോക്കുമ്പോൾ അവൻ പുറത്തേക്ക് പോയതും കൂട്ടത്തിൽ ഒരുത്തൻ അവനെ പറ്റി പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. ആക്ച്വലി അവൻ അവിടെയുള്ള ഒരു ഗ്യാങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു ചാക്കുകെട്ട് വാങ്ങുന്നത് ഇവൻ കണ്ടിരുന്നു. അതുമാത്രമല്ല മറ്റൊരു ദിവസം അതേ ചാക്കുകെട്ടുമായി കയ്യിലൊരു കത്തിയും കൊണ്ട് ഒരു ഗെയിമിംഗ് സെന്ററിൽ നിൽക്കുന്നു. ഇതെല്ലാം കേട്ടതും ബാക്കി കുട്ടികൾ ഷോക്കാവുന്നു. അതേസമയം അത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഒരു പെണ്ണ് പേടിച്ച് തന്റെ കയ്യിലിരുന്ന ഗ്ലൂ ഒരു ചെയറിൽ വീഴ്ത്തുന്നു. അതാ പുതിയ കുട്ടി ഇരുന്ന ചെയറാണ്. എല്ലാവരും പേടിച്ചോടാൻ തുടങ്ങുന്നു. അപ്പോൾ ആ പെണ്ണ് അത് തുടയ്ക്കാൻ പോയതും പെട്ടെന്ന് അവൻ ശ്രദ്ധിക്കാതെ അതിൽ വന്നിരിക്കുന്നു. അത് കണ്ട് ടെൻഷനായവൾ ഒന്നും മിണ്ടാതെ തന്റെ ചെയറിൽ വന്നിരിക്കുന്നു. അതിനുശേഷം ക്ലാസ് കഴിയുന്നത് വരെ പേടിയോടെ ഇരുന്നവൾ ക്ലാസ് കഴിഞ്ഞതും അവനോട് സോറി പറയാനായി വരുന്നു. പക്ഷെ അതിനുള്ളിൽ ടീച്ചർ അവനോട് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വരാൻ പറയുന്നു. അവൻ എണീക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല. അതിനുശേഷം വീണ്ടും ട്രൈ ചെയ്ത് ദേഷ്യം വന്നവൻ ബലം കൊടുത്തെഴുന്നേൽക്കുന്നു. നോക്കുമ്പോൾ അവന്റെ പാന്റ് കീറി ചെയറിൽ ഒട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഷോർട്സ് ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരുന്നു. ആ ദേഷ്യത്തിൽ കയ്യിലിരുന്ന പെൻസിൽ ഒടിക്കുന്നു. അത് കണ്ട് ഇവൾക്ക് പേടി തോന്നുന്നു. അതിനുശേഷം അവൾ വീട്ടിലേക്ക് വന്നതും അവളുടെ അമ്മയോട് വഴക്കുണ്ടാക്കി പുറത്തു പോകുന്നു. അപ്പോൾ ബോറടിക്കുന്നത് കൊണ്ട് അവൾ ഒരു ടോയ് മെഷീനിൽ നിന്ന് ടോയ് എടുക്കാൻ ശ്രമിക്കുന്നു. അത് കിട്ടാത്തത് കൊണ്ട് ദേഷ്യത്തിൽ ആ മെഷീനിൽ ചവിട്ടുന്നു. അതേസമയം അവൾക്ക് തന്റെ പുറകിൽ ആരോ നിൽക്കുന്നതായി തോന്നുന്നു. നോക്കുമ്പോൾ ആ പുതിയ കുട്ടി അവളുടെ പുറകിൽ നിൽക്കുന്നു. അവൾ പേടിച്ച് സൈലന്റ് ആയി നിൽക്കുമ്പോൾ അവൻ അവളോട് നീങ്ങി നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ആ മെഷീനിൽ ടോയ് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് അവന്റെ ജോലി ഇതാണ്. ആ ചാക്കുകെട്ടിനകത്ത് ടോയ്സ് ആണ് ഉണ്ടായിരുന്നത്. അതറിയാതെയാണ് ഇവർ അവനെ കണ്ട് പേടിച്ചത്.